യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടുങ്കാറ്റിനെ അടക്കിയതാ. നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടുങ്കാറ്റിനെ അടക്കിയതാ. നിന്റെ ഒരു വാക്കുമതി എനിക്ക്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5 അതിൻ്റെ 12 വചനം ഇങ്ങനെ പറയുന്നു: അപ്പോസ്തലന്മാരുടെ കൈയാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ ഏക മനസ്സോടെ എല്ലാവരും ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. അപ്പോസ്തലന്മാർ, അയക്കപ്പെട്ട അപ്പോസ്തലന്മാർ, യേശുവിൻ്റെ ശിഷ്യന്മാർ, അവരുടെ കൈയാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. യേശു കർത്താവ് സുവിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു: വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എൻ്റെ നാമത്തിൽ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവരിലൂടെ അടയാളങ്ങൾ നടക്കും. അപ്പോൾ അയക്കപ്പെട്ട അപ്പോസ്തലന്മാരുടെ കൈയാലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. അവരൊരു മനസ്സോടെ കൂടി വന്നു, ഒരേ ഹൃദയത്തോടെ കൂടി വന്നു. രണ്ടുപേർ ഒരു മനസ്സോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ കർത്താവ് ഉണ്ട് എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ ഏറ്റവും അത്ഭുതത്തിൻ്റെ വലിയൊരു വഴി, എല്ലാവരും ഒരു മനസ്സോടെ കൂടിയിരിക്കുന്നിടത്ത് അടയാളങ്ങളും അത്ഭുതങ്ങളും അന്നും ഉണ്ടാകും, ഇന്നും ഉണ്ടാകും. റോമർക്ക് എഴുതിയ ലേഖനം 15 അതിൻ്റെ 18 വാക്യത്തിൽ പറയാണ്: ക്രിസ്തു ഞാൻ മുഖാന്തരം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഞാൻ മുഖാന്തരം. അപ്പോസ്തലൻ പറയാണ്, ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. കാര്യം ഇത് ഞാൻ ചെയ്തതല്ല. പക്ഷെ ഞാൻ പോയപ്പോഴെല്ലാം നടന്നതെന്താണ്? അത്ഭുതത്താലും അടയാളങ്ങളും നടന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും പിന്നെ എങ്ങനെയാ? ശക്തി കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഞാൻ ചെയ്തതല്ല, നമ്മൾ ചെയ്യുന്നതല്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ക്രിസ്തു ഞാൻ അപ്പോസ്തലൻ പറയുന്ന ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. അപ്പം
അപ്പോസ്തലന്മാർ പോയിടത്തെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മുഖാന്തരം. അപ്പം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എങ്ങനെ സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്ന് നാം യേശുവിൻ്റെ നാമം പറയുമ്പോൾ, ഒരു മനസ്സോടെ കൂടിയിരിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങളെ ചെയ്യുന്നു. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. 2 കൊരിന്ത്യർ 12:12 പറയാണ്, അപ്പോസ്തലൻ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ആ ഭാഗത്ത് പറയുന്നത്. പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ വാസ്തവമായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അയക്കപ്പെട്ടവരാണ്. നമ്മൾ ഇന്ന് ഓരോ സ്ഥാനങ്ങളിലും പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ടിരിക്കുന്നു. നാം ചെല്ലുന്ന സ്ഥലങ്ങളിലും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയും, യേശുവിൻ്റെ നാമം ഉയർത്തുകയും ചെയ്യുമ്പോഴും വിശ്വാസത്തോടെ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഇന്നും ഉണ്ടാകും. അന്നത്തെ കാലത്ത് അപ്പോസ്തലന്മാരുടെ കാലത്ത് അത്ഭുതങ്ങളുണ്ടായി എന്ന് പറയാനല്ല വേദപുസ്തകം നമ്മുടെ എഴുതി കൈ തന്നിരിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് തന്നെ നാം ഓർത്തുകൊള്ളണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അപ്പോൾ ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട്. യേശുക്രിസ്തു ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട്. ജീസസ് ഈസ് എലൈവ്, ജീസസ് ഈസ് റിയൽ. യേശു വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഇന്ന് ഞാൻ ഈ വചനം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നട്ടൽ സംബന്ധമായി വലിയൊരു ബുദ്ധിമുട്ടുണ്ടായി. വളരെ നാളുകൾ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് വൈദ്യശാസ്ത്രത്തിന് വിടുവിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നട്ടൽ സൗഖ്യമായി. പഴയതുപോലെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവ് എൻ്റെ നട്ടലിനെ പൂർണ്ണമായി സൗഖ്യമാക്കി. ഇന്നും ആ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, ആ വിഷയങ്ങളിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായി വിടുവിക്കാൻ, പൂർണ്ണമായി രക്ഷിക്കാൻ യേശു ക്രിസ്തു ശക്തനാകും. യേശുവിന് ഒന്നും അസാധ്യതയില്ല. ഇവിടെ പറയാണ്, അപ്പോസ്തലന്മാർ പോയിടത്തെല്ലാം അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും ഉണ്ടാകുകയാണ്. അപ്പോസ്തലന്മാരുടെ കൈയാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏകമനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. ഇന്ന് നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഐക്യപ്പെട്ട ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ കയ്യിലൂടെയും അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും ഉണ്ടാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഇവിടെ പറയാണ്, രോഗികളെവിടെ പിന്നെ സംഭവിച്ചെന്താ? രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. ഇന്നും യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നമുക്കും വിശ്വസിക്കാം, നമുക്കും ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ നിഴലടിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ, അത്ഭുതങ്ങളുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാരുടെ കൈയാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു എന്ന് ഞങ്ങൾ ഇന്ന് കേൾപ്പിച്ചല്ലോ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരുമെന്ന്. കർത്താവെ, അവിടുന്ന് അത്ഭുതം ചെയ്യണമേ. അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണല്ലോ ഇതെല്ലാം സംഭവിച്ചത്. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ശക്തി ഇന്ന് വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. ശ്വാസസംബന്ധമായി തടസ്സം അനുഭവിക്കുന്ന ആരോ, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരോ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടേയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശ്വാസകോശത്തിൻ്റെ പുതിയ അവസ്ഥയിൽ അത് സൃഷ്ടിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൃഷ്ടിപ്പിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ.
പനിയുടെ അസ്വസ്ഥതയാൽ, ഭാരത്താൽ ഈ ദിവസങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അതിൽ പൂർണ്ണ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളുടെ ശരീരത്തിൽ കൈവെക്കണം. കർത്താവ് പറഞ്ഞു, രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇന്ന് വിശ്വാസത്തോടെ കരങ്ങൾ വെച്ചിരിക്കുമ്പോൾ, ഇവർ വെച്ചിരിക്കുന്ന ശരീരങ്ങളിൽ ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്നവർ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ സൗഖ്യം വരുമെന്നുള്ള കർത്താവിൻ്റെ ആ കൽപ്പന പൂർത്തിയാകട്ടെ. പൂർണ്ണ സൗഖ്യവരാകട്ടെ, വിടുതലാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടുങ്കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്, മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടുങ്കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്, യേശുവേ ഒരു വാക്കുമതി എൻ്റെ ജീവിതം മാറിടുവാൻ.